ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് ഓർമ്മകളോടെയാണ്, മറക്കാനാകാത്ത ഓർമ്മകളോടെയാണ് കാർമൽ റൂഹ കുടുംബാംഗങ്ങളുടെ മുൻപിൽ സിസ്റ്റർ ഇന്ന് നിൽക്കുന്നത്. ജൂലൈ 7 പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ 2023 ജൂലൈ 7 പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ 200 കുട്ടികളുടെ, കുഞ്ഞു കുട്ടികളുടെ കരച്ചിൽ നിരന്തരം ഇടവിടാതെ കേൾക്കുകയാണ്. എന്തായിരിക്കും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ? ഓ പരിശുദ്ധാത്മാവേ, നീ വെളിപ്പെടുത്തി തരണമേ. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ 2ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന കൊച്ചു കൊച്ചു കുട്ടികളുടെ 1ാം ക്ലാസ് 2ാം ക്ലാസ് കൂടുതൽ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് കാതിൽ പറഞ്ഞു തന്നു. ജൂലൈ 16 നീ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരു ക്യാമ്പിലായിരിക്കുമെന്ന്. പത്രവായനയോ TV കാണുകയോ ഇല്ലാത്ത ഈ ഞാൻ മണിപ്പൂരിൽ നടക്കുന്ന ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രേക്ഷിതരെ എല്ലാം വിളിച്ചു. അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ഗ്രൂപ്പ് കൂട്ടായ്മയിൽ മെസ്സേജ് എടുക്കുന്നവർ അവരെയൊക്കെ വിളിച്ച് നമ്മൾ ചോദിക്കുക, ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ അവർ പറയാണ്, സിസ്റ്റർ മണിപ്പൂരിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കരച്ചിൽ എവിടെ നിന്നാണെന്ന് മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഇത് സാധ്യമല്ല. ജൂലൈ 16 വർഷങ്ങൾക്ക് മുൻപ് 15 വർഷം കാർമൽ എന്ന നാമം പരിശുദ്ധ കർമ്മല മാതാവ് എനിക്ക് വേണ്ടി മാത്രം തരാൻ കാത്തുവെച്ച് 15 വർഷം കാത്തുവെച്ച് എനിക്ക് നൽകിയ വലിയൊരു കെട്ടിടം വീണ് ഞാൻ താഴെ നിലംപതിക്കുകയും സ്റ്റാർ മരി എന്ന പേര് മാറ്റി ആ അമ്മയുടെ കാർമൽ എന്ന പേര് സ്വീകരിച്ച ആ വലിയ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ജൂലൈ 16. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ആയാലും വൈദികരുടെയൊക്കെ ആയാലും എപ്പോൾ വേണമെങ്കിലും നമ്മളെ കാണാൻ വരാം. പക്ഷേ ഞാനൊരു നിബന്ധന, അത് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ കൃത്യമായിട്ടത് പാലിക്കും. എന്നെ ക്രിസ്മസ്, ഈസ്റ്റർ ഒന്നിനും നിങ്ങൾ കാണാൻ വരണ്ട, കേക്കുമായിട്ടോ ഒന്നും വരരുത്. ജൂലൈ 16 ഇത്രയും ഉയരത്തിൽ നിന്ന് ഞാൻ വീണിട്ട് കർമ്മല മാതാവിനെ കാത്തുരക്ഷിക്കുകയും അമ്മയുടെ തന്നെ പേര് 15 വർഷം വേറൊരു സിസ്റ്റേഴ്സ് എടുക്കാതെ എനിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ആ അമ്മയോട് നന്ദി പ്രകാശിപ്പിക്കുക. വീട്ടുകാരിപ്പോൾ ഞങ്ങൾ സഹോദരങ്ങളെല്ലാവരും വരുമ്പോൾ മക്കളൊക്കെ ആയിട്ട് 10-20 പേരുണ്ടാവും. 1 മണിക്കൂർ ഞങ്ങൾ ആയിരിക്കുന്ന കോൺവെൻറ്റിലെ ചാപ്പലിൽ പ്രയറും സ്തുതിപ്പും ആയിട്ട് നടത്തും. എല്ലാവരും കൊച്ചു മക്കളടക്കം ആൻറ്റിക്ക് വേണ്ടി കാർസസ് ചൊല്ലി പ്രാർത്ഥിക്കുക. അതൊരു പതിവാണ്, അപ്പൻ തുടങ്ങി വെച്ച പതിവാണ്. വേറെ ഒരു സമയത്ത് അവരെന്നെ കാണാൻ വരാൻ പാടില്ല എന്നുള്ളത് എൻ്റെ ഒരു കണ്ടീഷനാണ്. ജൂലൈ 16 ക്രിസ്മസ്, ഈസ്റ്റർ ഒന്നും നിങ്ങൾ വരണ്ട. ജൂലൈ 16 അത് നന്ദിയുടെ ദിവസം. ഏത് ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം പ്രസംഗിക്കാൻ പോയാലും വചനപ്രഘോഷണത്തിന് മുൻപ് അമ്മയുടെ പ്രദക്ഷിണവും അമ്മയെ 8 വർഷമായിട്ട് കൊണ്ടു നടക്കലും അമ്മയുടെ രൂപം വഹിക്കലും അമ്മയെക്കുറിച്ച് ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് സിസ്റ്റർ ആരംഭിക്കുക. കർമ്മല മാതാവ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധാത്മാവിനോട് നിനിവേലുണ്ടായ പോലെ ഞാൻ പറഞ്ഞു, യോനയ്ക്കുണ്ടായ പോലെ എന്ത് കാരണവശാലും പോകുന്ന പ്രശ്നമില്ല, ഞാൻ പോകുന്ന പ്രശ്നമില്ല അമ്മേ. പരിശുദ്ധാത്മാവേ, അമ്മയുടെ ഫീസ്റ്റ് അടിച്ച് പൊളിച്ച് എൻ്റെ വീട്ടുകാർ വരുന്ന ദിവസം 10-22 പേര് വരും. അത് തന്നെയല്ല, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനിവിടെ ഈ കോൺവെൻറ്റിലെ അസിസ്റ്റൻ്റ് മാത്രം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഘോഷിക്കും. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരങ്ങളെല്ലാവരും കൂടി 16-ാം തീയതി ഘോഷിക്കണം. ജൂലൈ 16 അന്ന് എനിക്ക് വേണ്ടിയുള്ള കുർബാനയാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ ഞാൻ മണിപ്പൂരി കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി, എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് 1-2 ദിവസം കൊണ്ട് പോയി വരുന്ന കേസല്ല, ഒരുപാട് ദൂരമുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ക്ലൈമാക്സിൽ നടന്നുകൊണ്ടിരിക്കുക. അന്നൊന്നും നമ്മുടെ ഇവിടെ ഒരു ജാഥ പ്രതിഷേധ റാലി പോലും നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിൽ നടന്നു തുടങ്ങിയിട്ടില്ല. ആ സമയത്താണ് ഈ കരച്ചിൽ കേൾക്കുന്നത്. നീ അന്നത്തെ ദിവസം എന്തായാലും ഒരു തുണ്ട് വെള്ളം കുടിക്കില്ല, തുള്ളി വെള്ളം നീ കുടിക്കില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. നീ ഒരു ക്യാമ്പിലായിരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ ഗ്രൂപ്പ് പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്ത്
പ്രൊവിൻഷ്യാലമ്മോട് വിളിച്ചു പെട്ടെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്നാണ് അമ്മ ഉത്തരം പറഞ്ഞത്, പൊക്കോ എന്നൊരു യെസ് എന്നൊരു പെർമിഷൻ. അമ്മയും കാര്യമായിട്ട് ചിന്തിച്ചില്ല. വളരെ നല്ല പ്രൊവിൻഷ്യാലമ്മയായതുകൊണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ 7-ാം തീയതി തൊട്ട് ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. ഒരുപാട് ഇപ്പോൾ സ്കൂൾ ഹെഡ് മിസ്ട്രസ്മാർ, അതുപോലെ ഇടവക വൈദികരുടെ സ്നേഹം ഞാൻ അനുഭവിച്ചത്. പ്രത്യേകിച്ച് കുരിയച്ചിറ ബഹുമാനപ്പെട്ട തോമസ് വടക്കൂട്ടച്ഛൻ, നമ്മുടെ തിരൂര് പള്ളിയിലെ വികാരി അച്ഛൻ, അവരുടെ ടീം, പാറന്നൂർ പള്ളിയിലെ അച്ഛനും, അവിടുത്തെ ഹെഡ് മാഷായ ജോസഫ് സാറ്, അതുപോലെ അവരുടെ മത അധ്യാപകർ, കുട്ടികൾ, അതുപോലെ ഞാനായിരിക്കുന്ന കോൺവെൻറ്റിലെ സ്കൂളിലെ കുട്ടികൾ, ഒരു കോൾഗേറ്റ്, ഒരു ചെറിയ സോപ്പ്, ഒരു പാരച്യൂട്ട് ഓയിൽ, അതുപോലെ ഒരു ബ്രഷ്, ഒരു തോർത്തുമുണ്ട്, ഇങ്ങനെ ഒരു പുൽപ്പായ, അവർക്ക് പറ്റാവുന്നത് അത് എല്ലാ ജാതി മതസ്ഥരും, ഹിന്ദു മതസ്ഥരെ പ്രത്യേകം നന്ദി പറയുകയാണ്. ആ അപ്പനും അമ്മയും കൂടി കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുമ്പോൾ സിസ്റ്ററിനെ അന്വേഷിച്ചിട്ട് ഒരു സോപ്പ്, ഒരു ബ്രഷ്, ഒരു പേസ്റ്റേ ഉള്ളൂ. പക്ഷേ അത് വെക്കുമ്പോൾ അവിടെ ഇത് ആർക്കാണ് ഒന്നും അറിയാത്ത ഞാൻ കണ്ണീരോടെയാണ് അതൊക്കെ മേടിച്ച് കഴിച്ചത്. അതുപോലെ ചില ഷോപ്പുകൾ നമ്മൾ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കിട്ടി. പ്രേക്ഷിതർ ഞങ്ങൾ 3 പേര്, ഞാനടങ്ങുന്ന ടീം, ട്രെയിൻ 3 ദിവസത്തെ ദുരന്ത യാത്ര. ട്രെയിൻ ഒന്നും അറിഞ്ഞുകൂടാതെയാണ് ഞങ്ങൾ പോകുന്നത്, യാതൊന്നും അറിയില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്നു. അവിടെ നിന്ന് ഒരു കോൺവെൻറ്റിൽ ചെല്ലാണ്. അവിടെയൊക്കെ അച്ഛന്മാരുടെ ദൗർലഭ്യം മൂലം അവർ മൊബൈലിലാണ് കുർബാന ചെല്ലണേ. അത് ഈ പ്രശ്നം കാരണമൊന്നല്ല, അങ്ങനെയാണ് കുർബാന കാണുന്നത്. മുറ്റത്ത് 5 ഇടവപ്പള്ളികളെ നമ്മൾ എന്തുമാത്രം കുർബാന കാണുന്നുണ്ട്. ഇവിടെ ഒരു കുർബാന കിട്ടാതെ സിസ്റ്റേഴ്സ്, അൽമായർ, അവർ മൊബൈലിൽ, കൊറോണയായിട്ടല്ല, എല്ലാ സഹനങ്ങളും കഴിഞ്ഞ് ഒരുപാട് കിലോമീറ്റർ ദൂരെ ചെന്ന് പല ക്യാമ്പുകൾ നമ്മളവിടെ കണ്ടു. പക്ഷെ അതെല്ലാം ഇവിടെ നിന്നൊക്കെ അയക്കുന്ന എല്ലാം കിട്ടുന്ന ക്യാമ്പുകളായിരുന്നു. അതല്ല ഞാൻ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന ക്യാമ്പ് ഇതല്ല. പ്രിയപ്പെട്ടവരെ, പിന്നീട് നിങ്ങൾക്കറിയാം, ഗുഡ്നസ് ചാനലിലെ സിസ്റ്ററിൻ്റെ ഒരു അഭിമുഖം വെച്ചിട്ട് അവർ വളരെ നന്നായിട്ട് ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഗുഡ്നസ് എടുത്ത് ആ ചാനൽ നോക്കുകയാണെങ്കിൽ കിട്ടും. വളരെ നന്നായിട്ട് അത് ഇട്ടു. അവരൊരു അഭിമുഖം സിസ്റ്ററിൻ്റെ എടുത്തു. അറിയാൻ വേണ്ടി തന്നെയാണ് സിസ്റ്റർ സംസാരിച്ചത്. അങ്ങനെ ഞാൻ കണ്ട കാഴ്ചകൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. വളരെ കിലോമീറ്ററുകളോളം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ജൂലൈ 16-ാം തീയതി ഞാൻ ആ ക്യാമ്പിലെത്തി. അതിർത്തി ക്യാമ്പിൽ. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഒരു ഏദൻ തോട്ടമായിരുന്നു മണിപ്പൂർ. 35 ഗോത്രങ്ങൾ, 35 ഭാഷ, അവർ സ്വന്തം രക്തബന്ധം പോലെ, ഫലസമ്പുഷ്ടമായ ഏദൻ തോട്ടം പോലെ ഒരുപാട് ഫ്രൂട്ട്സുള്ള സ്ഥലങ്ങളിൽ ഒന്നിച്ച് സ്നേഹത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നു. എല്ലാതും കണ്ടു, എല്ലാ ചരിത്രങ്ങളും കേട്ടു, എല്ലാം അറിഞ്ഞു, എല്ലാം കണ്ടും കേട്ടതും ഞാനിപ്പോൾ ഇതിൽ വെളിപ്പെടുത്തുന്നില്ല. ഗുഡ്നസ് ചാനലെടുത്ത് നിങ്ങൾ നോക്കണം. സിസ്റ്ററിൻ്റെ അഭിമുഖം 2023 പലരും അത് കണ്ട് കണ്ണീരോടെ സിസ്റ്ററിനോട് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ആ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ കണ്ടുമുട്ടിയത് 300 ഉണ്ണികൾ. ഇന്നത് പറയുമ്പോൾ സിസ്റ്റർ കറിയാണ്. 300 ഉണ്ണികൾ. ഇനി എനിക്ക് ഒരിക്കൽ കൂടെ അവരെ കാണണം. അവരൊക്കെ എവിടെയാണെന്ന് അറിയണം. അവരുടെ മാതാപിതാക്കൾ എവിടെയാണെന്ന് അറിയണം. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കൂട്ടരാണ് ഉണ്ണികൾ. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ മാതാപിതാക്കളും എല്ലാവരും ജീവനും കൊണ്ട് കാടുകളിലൂടെ ഓടി പല സ്ഥലങ്ങളിൽ അഭയം തേടിയപ്പോൾ ഈ ഉണ്ണികളെ ആരും ശ്രദ്ധിച്ചില്ല. കാറ്റഗിസ്റ്റുകൾ പോയി ഉണ്ണികളെ കാടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു സ്നേഹമുള്ള അമ്മ ഹൃദയമുള്ളൊരു വൈദികൻ്റെ കീഴിൽ അവർ ഇട്ട അതേ ഡ്രസ്സുമിട്ട് ഇരിക്കുന്ന 250 ഉണ്ണികളെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. പരിശുദ്ധാത്മാവ് തന്ന സന്ദേശം. ആ ക്യാമ്പിൽ ജൂലൈ 16 ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചില്ല. തിരിച്ചു വരുമ്പോൾ ചൂട് വെള്ളം എവിടെ നിന്നോ കിട്ടിയതാണ്. വഴിയിൽ വെച്ച് ഞാൻ കുടിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്നും
ആ ഓർമ്മ ഞാൻ പുതുക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണവർ. എൻ്റെ അമ്മ, അപ്പൻ, ഞങ്ങൾ 10 സഹോദരങ്ങൾ, അവരെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്. അവരെക്കുറിച്ച് എനിക്ക് ഒരു ചിന്തയില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ, എൻ്റെ കുടുംബാംഗങ്ങളെ ദൈവം പരിപാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർക്കുറപ്പുണ്ടായില്ലെങ്കിൽ എനിക്കുറപ്പുണ്ട്. ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളെ എൻ്റെ യേശുനാഥൻ സംരക്ഷിക്കുമെന്ന് ഉറപ്പെനിക്കുണ്ട്. അങ്ങനെ അവിടെ ആ ക്യാമ്പിൽ കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. പ്രിയപ്പെട്ടവരെ, സമ്മത കല്യാണത്തിന് നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ട് ആ ഡ്രസ് കോഡ് വലിച്ചെറിഞ്ഞ് വിവാഹത്തിന് വീണ്ടും മറ്റൊരു ഡ്രസ് കോഡ് എടുത്ത് നമ്മളിങ്ങനെ ഒരു ഭക്ഷണം മാറ്റി വേറെ ഭക്ഷണം മാറി മാറി ചെയ്യുമ്പോൾ അവരെ സംരക്ഷിച്ചിരുന്ന ആ കുക്കി അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ പോരാൻ സമയത്ത്, ഡിയർ കാർമൽ സിസ്റ്റർ, ഇവർക്ക് ഞാൻ എഡ്യൂക്കേഷൻ കൊടുക്കാം. എവിടെ നിന്നെങ്കിലും ഞാൻ എഡ്യൂക്കേറ്റഡുള്ള ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഞാൻ എഡ്യൂക്കേഷൻ കൊടുക്കാം. പക്ഷേ ഈ കല്ല് പറക്കി കൊടുത്ത് ഞാൻ അവർക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കുമോ? ഈ കല്ലുകൾ പറക്കിക്കൊണ്ട് എനിക്ക് അവർക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കുമോ? അത് കല്ല് വെച്ച് അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യമാണ് ഇന്നും എൻ്റെ ചെവിയിൽ അലട്ടുന്നത്. പരിശുദ്ധാത്മാവ് ഒന്ന് തീരുമാനിച്ചാൽ പ്രിയപ്പെട്ടവരെ, അത് നടന്നിരിക്കും. പരിശുദ്ധാത്മാവ് ഒന്ന് തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. ആമേൻ. എല്ലാ അധികാരികളുടെയും, തിരുസഭാധികാരികളുടെ, സീറോ മലബാർ സഭയുടെ കണ്ണ് തുറക്കട്ടെ. ഈ വീഡിയോ കേട്ടിട്ട് എല്ലാ കുടുംബങ്ങളുടെയും, മാതാപിതാക്കളുടെയും, മക്കളുടെയും കണ്ണ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.